ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറുപടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ദിനങ്ങളിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. വലിയ ആഴ്ച അല്ലെങ്കിൽ ഹോളി വീക്ക്. തീർച്ചയായിട്ടും ക്രൈസ്തവരുടെ ആത്മീയ ജീവിതത്തെ സംബന്ധിച്ച് ഈ ഒരു ആഴ്ച വിശുദ്ധമാണ്, അതീവ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ ആഴ്ച, ഈ ഹോളി വീക്കിൽ വളരെ പരമ്പരാഗതമായി അനുഷ്ഠിച്ചു പോരുന്ന നിരവധി ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ആചരണങ്ങളുണ്ട്. എന്താണ് ഈ ആചരണങ്ങളുടെ, ഈ പ്രാർത്ഥനകളുടെ, ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഒരു അന്തസത്ത? അതിൻ്റെ യഥാർത്ഥ ഒരു ചൈതന്യത്തിൽ നിന്നും ഇന്ന് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഒരു വ്യതിചലനം സംഭവിക്കുന്നുണ്ടോ? ഈ വിശുദ്ധ വാരത്തിൻ്റെ, ഈ ഹോളി വീക്കിൻ്റെ, ഈ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം എന്തൊക്കെ? ഈ വിഷയത്തെക്കുറിച്ചുള്ള വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടികളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സീറോ മലബാർ സഭ PRO ഏറ്റവും ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ടോം ഒല്ലിക്കരോട്ടച്ചനാണ്. അച്ഛാ, ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ വിശുദ്ധ വാരത്തിലാണ് അച്ഛാ ആയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഈ വിശുദ്ധ വാരത്തിൻ്റെ ഒരു പ്രാധാന്യം അതിനെപ്പറ്റി ഒന്ന് പങ്കുവയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ യഥാർത്ഥത്തിൽ ഹാശ ആഴ്ച അഥവാ കഷ്ടാനുഭവ വാരമെന്നാണ് ഇത് പുരാതന കാലം മുതൽ അറിയപ്പെടുന്നത്. നസറായനായ ഈശോയുടെ ഭൂമിയിലെ അവസാനത്തെ ഒരു ആഴ്ചയാണ്. ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളെ ഓർമ്മിക്കുന്ന, മനുഷ്യരക്ഷ പൂർത്തിയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളെ ഓർപ്പിക്കുന്ന ഒരാഴ്ചയാണ്. അപ്പോൾ ഈ ഒരാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ആത്മീയമായും മാനസികമായും ശാരീരികമായും മിശിഹായുടെ കഷ്ടാനുഭവങ്ങളോട് നമ്മൾ താതാത്മ്യപ്പെടുന്നു. 2000 വർഷം മുമ്പ് അപ്പുറത്ത് ഈശോയുടെ ജീവിതത്തിൽ ഗതകാലത്തിൽ നടന്ന ഒരു സംഭവങ്ങളെ യാന്ത്രികമായിട്ട് ഓർക്കുകയല്ല, മറിച്ച് അതിൽ ആത്മന പങ്കുചേരുകയും അത് നമ്മുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടിയിട്ടാണെന്നുള്ള അതേ വിശ്വാസത്തിന്റെ ബോധ്യത്തോടെ അതിൽ പങ്കുചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ആഴ്ച, കഷ്ടാനുഭവ ആഴ്ച, അർത്ഥപൂർണമായിട്ട് നമുക്ക് ആചരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ആചരണത്തിലൂടെ സഭ ലക്ഷ്യം വെക്കുന്ന എന്താണ്? മിശിഹായുടെ ഒപ്പം സഹിക്കാനുള്ള, അവന്റെ സഹനത്തിൽ പങ്കുചേരുകയാണ്. ആ സഹനത്തിലുള്ള പങ്കുചേരൽ എപ്പോഴും പൗലോസ്ലീഹ പറയും, ഞങ്ങൾ മിശിഹായുടെ മരിച്ചിരിക്കുന്നത് അവന്റെ കൂടെ ഉയർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പീഡാനുഭവ ആഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതെത്തി നിൽക്കുന്നത് ഉത്ഥാന തിരുനാളിലാണ്. അപ്പോൾ ഓശാന ഞായറാഴ്ച ആരംഭിച്ച് ഉത്ഥാന തിരുനാളിൽ എത്തി നിൽക്കുന്ന ഈ ഒരു ആഴ്ചയാണ് നമ്മൾ പീഡാനുഭവ ആഴ്ച എന്ന് വിശേഷിപ്പിക്കുന്നതെങ്കിൽ, അവിടെ മിശിഹായുടെ പീഡാനുഭവങ്ങളോട് ഐക്യപ്പെടുന്ന ഓരോ വിശ്വാസിയും അവൻ്റെതിന് തുല്യമായ ഒരു ഉത്ഥാന അനുഭവത്തിലേക്കും കൂടി പ്രവേശിക്കുകയാണ്. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മിശിഹായുടെ ഉത്ഥാനത്തിലൂടെ നമ്മൾ ആ ഉത്ഥാന അനുഭവത്തിലേക്ക്, ഒരു ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ഉയർപ്പിന്റെ അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ആത്മീയമായിട്ട് ഈ ഒരു കടന്നുപോകൽ, യേശുവിനോട് കൂടെയുള്ള ഒരു കടന്നുപോകലാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ സഭയുടെ പൗരാണിക പാരമ്പര്യം മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് സുറിയാനി ക്രൈസ്തവരുടെ പാരമ്പര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആഴ്ചയാണിത്. ഏറ്റവും വിശുദ്ധിയോടുകൂടി, ഒരുക്കത്തോടുകൂടി, ആത്മീയ നിഷ്ഠയോടുകൂടി നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്ന ഒരു ആഴ്ചയാണിതെന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. അച്ഛാ, നമുക്കറിയാം വിശുദ്ധവാരവുമായി ബന്ധപ്പെട്ട് നിരവധി പാരമ്പര്യമായിട്ടുള്ള നിരവധി ആചരണങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്കരുടെ ഇടയിൽ, ക്രൈസ്തവ സഭകളുടെ ഇടയിലുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം പെസഹ അപ്പം, പെസഹ പാലം എന്നൊക്കെ പറയുന്ന ആ ഒരു ആചരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കുറേ നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ അടുത്ത വീടുകളിൽ പോകുന്നു, ബന്ധുവീടുകളിൽ പോകുന്നു, അവർ ഒരുമിച്ച് അപ്പം മുറിക്കുന്നു. നമുക്കറിയാം ആദിമസഭയുടെ അപ്പം മുറിക്കൽ, അതേ ചൈതന്യം തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ആചരണങ്ങൾ, അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ചൈതന്യം, അന്തസത്തയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് ഈ പെസഹ അപ്പോൾ ഒക്കെ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള അത്തരം ആചരണങ്ങളുടെ ഒരു അന്തസത്ത, ഒരു ചൈതന്യം നമുക്ക് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നമ്മൾ ഓശാന ഞായറിൽ തുടങ്ങുന്ന ഈ ഒരു വൈവിധ്യമാർന്ന മനോഹരമായ പൗരാണിക ആചാരങ്ങളുണ്ട്. അതിലേറ്റവും ഓശാന ഞായറാഴ്ചത്തെ തന്നെ സവിശേഷത കുരുത്തോല വെഞ്ചരിച്ച് അത് സ്വീകരിക്കുന്നതും, അത് സ്വീകരിക്കുന്നത് ഭക്തിപൂർവ്വം ചുംബിച്ച് കുരുത്തോല സ്വീകരിക്കുന്നതും, അതുമായിട്ട് ദേവാലയത്തിലേക്കുള്ള പ്രദക്ഷിണം. അവിടെ യഥാർത്ഥത്തിൽ ഈ ഓർസലേമിലെ മനുഷ്യർ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു നിലവിളിയുണ്ട്. ഓശാന എന്നുള്ള, ഓഷ്ലൈന എന്ന വാക്കിന്റെ അർത്ഥം കർത്താവെ രക്ഷിക്കണമെന്നാണ്. അപ്പോൾ എല്ലാ മനുഷ്യന്റെയും നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു നിലവിളി എല്ലാ കാലഘട്ടങ്ങളിലും ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ആത്മീയമോ ഭൗതികമോ ആയിട്ടുള്ള വിമോചനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നിലവിളികളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഓശാന ഞായറാഴ്ച കുരുത്തോലയും ആ പ്രദക്ഷിണത്തിലെല്ലാം നമ്മൾ ഓർമ്മിക്കുന്നത്. ഈ ഒരു പ്രത്യേകത
പെസഹായിക്ക് ഒരു നീസാൻ മാസം 14-ാം തീയതിയാണ് പെസഹ തിരുനാൾ യഹൂദർ ആചരിച്ചിരുന്നത്. അപ്പോൾ ഓശാന ഞായർ എന്ന് പറയുമ്പോൾ നീസാൻ മാസം 10-ാം തീയതിയാണ്. അന്ന് ജെറുസലേമിലേക്ക് ഈശോ വരുമ്പോൾ അതിന് വളരെ പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. ജെറുസലേം ദേവാലയത്തിൽ പെസഹായിക്ക് ബലിയർപ്പിക്കേണ്ട കുഞ്ഞാടുകളെ തെരഞ്ഞെടുക്കുന്ന ദിവസമായിരുന്നു നീസാൻ മാസം 10-ാം തീയതി. അപ്പോൾ മിശിഹായുടെ രാജകീയ പ്രവേശനം എന്ന് പറയുമ്പോൾ ആ പ്രവേശത്തിന്റെ പിറകിൽ ഒരു ബലിവസ്തുവായി തന്നെ അവൻ സമർപ്പിക്കുന്നതിന്റെ ദേവാലയത്തിലേക്കാണ് ആ പ്രദക്ഷിണം എത്തി നിൽക്കുന്നത്. അപ്പോൾ ഒരു ബലിവസ്തുവായിട്ട് അവൻ തന്നെ പ്രതിഷ്ഠിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. അപ്പോൾ ആ യേശുവിന്റെ ഒപ്പം ബലിവസ്തുവായ ലോകത്തിന്റെ പാപപരിഹാരമായ യേശുവിന്റെ ഒപ്പമുള്ള വിശ്വാസിയുടെ ഒരു യാത്രയാണ്. അവനിലൂടെ സംഭവിച്ച രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിലവിളിയാണ് ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ കുരുത്തോലയുടെ സ്വീകരണവും അതുയർത്തിയുള്ള പ്രാർത്ഥനയും കുരുത്തോല ഞായറും എല്ലാം ഏറ്റവും വിശുദ്ധവും മനോഹരവുമായിട്ടുള്ള ഒരു ആചരണമാണ്. ഒരുപക്ഷെ ഈ ആധുനിക കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് പലപ്പോഴും കുരുത്തോലയുടെ ആ ഒരു പവിത്രത യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതം തന്നെയാണ് ഈ കുരുത്തോലയുടെ പ്രതീകത്തിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ ആ ഒരു ആത്മീയ ബോധ്യം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ വിശുദ്ധ വാരത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈശോയുടെ അവസാനത്തെ ആഴ്ചയാണ്. എന്നാൽ അവൻ ഈ ആഴ്ച അവിടുന്ന് വിശ്രമിച്ച ആഴ്ചയല്ല, ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്നു. ഈ പെസഹായിക്ക് മുമ്പുള്ള 3 ദിവസങ്ങൾ, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകാണ് ഈശോ ജെറൂസലേമിൽ നിരന്തരം ദേവാലയത്തോട് കേന്ദ്രീകരിച്ച് പഠിപ്പിക്കുന്നു. അവന്റെ അടുത്ത് വന്ന രോഗികളെ അവൻ സുഖപ്പെടുത്തുന്നു. ബഥാനിയയിലേക്ക് തിരികെ പോയി താമസിക്കുന്നു. തിരിച്ച് പിറ്റേ ദിവസം ദേവാലയത്തിൽ വരുന്നു. അപ്പോൾ അവിടുന്ന് വളരെ പ്രവർത്തന നിരതനായിരുന്ന ഒരാഴ്ച കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ആഴ്ചയിൽ മിശിഹായുടെ അവസാനത്തെ ആഴ്ചയും സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്ന ആ ഒരു അവിടുത്തെ പ്രവൃത്തികളെ കുറിച്ചൊക്കെ വായിക്കാനും ധ്യാനിക്കാനും ആത്മീയമായിട്ട് യേശുവിനോട് ചേർന്ന് ജീവിക്കാനുമുള്ള ഒരു അവസരമാണ്. അതുപോലെ ജോർജ് സൂചിപ്പിച്ചതുപോലെ പെസഹ ആചരണം സുറിയാനി ക്രൈസ്തവരുടെ, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വ്യതിരക്തമായിട്ടുള്ള സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു ആചരണമാണല്ലോ നമ്മുടെ പെസഹ വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ നടക്കുന്ന വീടുകളിലെ അപ്പം മുറിക്കൽ എന്ന് പറയും. പെസഹ അപ്പം തയ്യാറാക്കുന്നത്, അതുപോലെ പാല് തയ്യാറാക്കുന്നതും കുടുംബനാഥന്റെ നേതൃത്വത്തിൽ അത് മുറിക്കുകയും അത് കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും പവിത്രമായിട്ട് അത് ചെയ്യുകയും ചെയ്യുന്ന വളരെ സവിശേഷമായ ഒരു കുടുംബ ലിറ്റർജിയുടെ ഭാഗം തന്നെയാണ്. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിന്റെ പൗരാണികത, കേരളത്തിലെ സുറിയാനി സമൂഹത്തിന്റെ പൗരാണികതയും യഹൂദരുടെ പെസഹ ആചരണത്തിന്റെ അതേ രീതിയിലാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഈ പെസഹ ആചരണം നടക്കുന്നത്. അപ്പോൾ യഹൂദ സമൂഹവുമായിട്ട് നമുക്കുള്ള ഒരു ബന്ധം, ഒരുപക്ഷെ മാർത്തോമാ ശ്ലീഹ ഇവിടെ വരുമ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്ന യഹൂദ സമൂഹത്തിൽ നിന്നുകൂടെ ഉള്ള വിശ്വാസികൾ ഉൾപ്പെടുന്നതാണെങ്കിൽ ഈ സഭയുടെ സുറിയാനി ക്രൈസ്തവരുടെ പൗരാണികതയുടെ ഒരു തെളിവും കൂടിയാണ് ലോകത്ത് മറ്റാരും ചെയ്യാത്ത വിധം ഈ ഒരു പെസഹ ആചരണം നമ്മൾ നടത്തുന്നു എന്ന് പറയും. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പാരമ്പര്യത്തിന്റെയും നമ്മുടെ പൗരാണികമായ വിശ്വാസ കൈമാറ്റത്തിന്റെ ഒരു തെളിവാണ്. അത് കുടുംബങ്ങളിൽ നടക്കേണ്ട ആഘോഷം കൂടിയാണ്. ദേവാലയത്തിൽ എല്ലാ ദിവസവും കുർബാന അർപ്പിക്കപ്പെടുന്നു കാർമ്മികന്റെ നേതൃത്വത്തിൽ. എന്നാൽ ഈ പെസഹ ആഴ്ചത്തെ കുടുംബങ്ങളിൽ അപ്പം മുറിക്കുന്നത് അത് വർഷത്തിൽ ഒരു ദിവസമേ ഉള്ളൂ. അത് കുടുംബനാഥന്റെ നേതൃത്വത്തിൽ വീടുകളിൽ നടക്കേണ്ട സവിശേഷമായ ഒരു ആചാരമാണ്. അപ്പോൾ ആ ഒരു ഈ ആചാരത്തിന്റെ പിറകിലെ അന്തസത്തെ ഒരു പെസഹായുടെ വീടുകളിലാണ് യഹൂദർ ഈ പെസഹ ആചരിച്ചിരുന്നത്. അതേപോലെ തന്നെ വീടുകളിൽ വിമോചനത്തിന്റെ പെസഹ മിശിഹാ ശരീരം മുറിച്ചു നൽകിയതുപോലെ ഈ കുടുംബനാഥൻ കുടുംബാംഗങ്ങൾക്ക് ഈ പെസഹ അപ്പം മുറിച്ചു കൊടുക്കുന്നത്, ഇതെല്ലാം ഇതിന്റെ പിറകിൽ ഒരുപാട് ആത്മീയ യാഥാർത്ഥ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കിന്ന് സാഹചര്യങ്ങൾ മാറുന്നു, വീടുകളിൽ അപ്പം ഉണ്ടാക്കുന്നത് പലർക്കും ഒരു മടിയായിട്ട് മാറുന്നു. പുതിയ തലമുറയിലുള്ളവർക്ക് പെസഹ അപ്പവും പാലും തയ്യാറാക്കേണ്ടത് എങ്ങനെയെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റാതെ വരുന്നു. അപ്പോൾ നമ്മൾ സൗകര്യപൂർവ്വം അല്ല ബേക്കറിയിൽ നിന്ന് ഒരു അപ്പം മേടിക്കുന്നു എന്നാകുന്നു, അതല്ലെങ്കിൽ പള്ളിയിൽ പോയി അവിടെയുള്ള ഇതിൽ പങ്കെടുക്കുന്നതാകുന്നു. വീടുകളിലെ വിശുദ്ധമായ ഒരു പതിവിനെ നമ്മൾ അവഗണിക്കുകയാണ്. അപ്പോൾ ഈ 2000 വർഷത്തിന്റെ ഒരു പാരമ്പര്യത്തിൽ ഇവർ രൂപപ്പെട്ട പവിത്രമായ ഒരു ആചാരത്തെ നമ്മൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ സൗകര്യങ്ങളുടെ പേരിൽ നമ്മൾ അത് മാറ്റിവെക്കുന്നു എന്ന് പറയുന്നത് അടുത്ത തലമുറയ്ക്ക് നമുക്ക് പങ്കുവെക്കാൻ അപ്പോൾ പിന്നെ എന്താണ് ഒരു പാരമ്പര്യത്തിന്റെ ബലമുള്ള ആചരണമുള്ളത്? അപ്പോൾ അതിന് ഇതിന്റെ പിറകിലെ ആത്മീയതയുണ്ട്, ആചരണത്തിന്റെ പിറകിലെ ആത്മീയതയുണ്ട്. അത് ഒരു സമൂഹത്തിന്റെ ഒരു പാരമ്പര്യത്തിന്റെ പൗരാണികതയുടെ തെളിവായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ അഭംഗുരം പാലിക്കപ്പെടാൻ നമുക്ക് അല്പം പ്രായോഗികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും
അതിനെ ഈ പെസഹ അപ്പത്തിന്റെയും പാലിന്റെയും കുടുംബങ്ങളിലുള്ള അത് പങ്കുവെക്കുന്നതിന്റെ ആചരണവും ഒക്കെ നിലനിർത്താനും അത് പങ്കുവെക്കാനും നമ്മൾ നിതാന്തമായ ഒരു ജാഗ്രത കാണിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ചെറിയൊരു അലസത കൊണ്ട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യങ്ങളെ നമുക്ക് നഷ്ടപ്പെടുത്താം. എന്നാൽ പിന്നീട് എത്ര ശ്രമിച്ചാലും അത് തിരികെ പിടിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് ഇതിൽ ഒരു നിതാന്ത ജാഗ്രത കുടുംബങ്ങൾ കാണിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടതായിട്ട് മാറും. പിന്നെ നമുക്ക് ദുഃഖവെള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു അപജയമാണ് ദുഃഖവെള്ളി. ഒരു വിശ്രമത്തിൻ്റെ ഒരു ദിനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കറിയാം. കുരിശിൻ്റെ വഴി സ്ലീവാപാത ഈശോയുടെ പീഡാനുഭവങ്ങളെ അനുസ്മരിക്കുന്ന ഒരു ദിനമാണത്. അപ്പോൾ ആ ദുഃഖവെള്ളിയുടെ ഒരു പ്രാധാന്യം കൂടി അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു തനിമയോടുകൂടി നമുക്ക് എങ്ങനെ ആചരിക്കാം, അതിനെപ്പറ്റി കൂടി ഒന്ന് അച്ഛൻ പങ്കുവയ്ക്കാം. മിശിഹായുടെ മരണത്തിന്റെ അനുസ്മരണവും ആ കഷ്ടാനുഭവങ്ങളിലുള്ള ഒരു വിശ്വാസിയുടെ പങ്കുചേരലുമാണല്ലോ ദുഃഖവെള്ളിയാഴ്ച. യഥാർത്ഥത്തിൽ പീഡാനുഭവ വെള്ളി എന്നുള്ള വാക്കാണ് കുറച്ചും കൂടി ഉചിതമായിട്ട്. കാരണം അത് ദുഃഖത്തിലപ്പുറം മിശിഹായുടെ പീഡാനുഭവത്തിലൂടെ നമ്മൾ രക്ഷ പ്രാപിച്ചതിന്റെ ഒരു ഓർമ്മയാണ്. യഥാർത്ഥത്തിൽ സഭയുടെ പൗരാണിക കാലം മുതലുള്ള ഒരു പതിവിൽ അതൊരു നിശബ്ദതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിവസമാണ്. എന്ന് പറഞ്ഞാൽ വചനധ്യാനത്തിനും അതുപോലെ തന്നെ പുത്തൻ പാന പോലെയുള്ള ഭക്ത കൃത്യങ്ങളുടെ ആലാപനത്തിനും അങ്ങനെ ഒരു പ്രാർത്ഥനയുടെയും മൗനത്തിന്റെയും ഒക്കെ ഒരു ദിവസമാണ്. പണ്ട് കാലങ്ങളിൽ വീടുകളിൽ കുട്ടികൾ കളിചിരികൾ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഓർക്കാണ്, തുണിയലക്കുന്നത് പോലും തുണിയലക്കുന്നത് പോലും അന്ന് കാരണവന്മാർ അതിൽ നിന്നൊക്കെ മാറി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മൗനമുണ്ട്, ഒരു ധ്യാനമുണ്ട്. ഈ മൗനവും ധ്യാനവും യഥാർത്ഥത്തിൽ മനുഷ്യനെ സുഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നിശബ്ദതയിലാണ് നമ്മൾ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ബഹളങ്ങളുടെ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് നോയിസ് അല്ലെങ്കിൽ ശബ്ദത്തിന്റെ സർവാധിപത്യം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിശബ്ദതയെക്കുറിച്ച് ഇന്ന് നമുക്ക് മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ പീഡാനുഭവ വെള്ളിയാഴ്ച യഥാർത്ഥത്തിൽ നിശബ്ദരാകാനും മിശിഹായെ പീഡാനുഭവങ്ങളെ കുറിച്ച് ധ്യാനിക്കാനും നമ്മൾ കുരിശിന്റെ വഴിയിൽ പ്രാർത്ഥിക്കുമല്ലോ, അങ്ങേ പീഡാനുഭവത്തിന്റെ മുദ്രകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മായ്ക്കാതെ പതിക്കണമേ എന്ന് പറയല്ലേ. ആ ഒരു പീഡാനുഭവത്തിന്റെ മുദ്രയും ഓർമ്മയും ഹൃദയത്തിൽ മായാതെ പതിക്കാനുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ ഉപവാസ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ വീടുകളിൽ എല്ലാവരും ഉള്ളതുകൊണ്ട് സുഭിക്ഷമായ സദ്യ ഉണ്ടാക്കുന്നതിലപ്പുറം ഉപവാസത്തിന്റെ ഒരു ആത്മീയതയെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ദേവാലയത്തിലെ പീഡാനുഭവ വെള്ളിയാഴ്ചത്തെ കർമ്മങ്ങളിൽ പങ്കുചേരേണ്ട ദിവസമാണ്. കുരിശിന്റെ വഴി ഉൾപ്പെടെയുള്ള ഭക്താനുഷ്ഠാനങ്ങളിൽ നമ്മൾ ആത്മീയമായി പങ്കുചേരുന്നതാണ്. അതുപോലെ ദേവാലയത്തിൽ ആ ദിവസത്തിന്റെ ഒരു വളരെ സവിശേഷതയാണ് കയ്പുനീർ കൊടുക്കുന്നു. പാവയ്ക്കയും ഒക്കെ ചേർത്തിട്ടുള്ള കയ്പുനീർ കൊടുക്കുന്നത്. അത് ഈശോ ചവർപ്പുള്ള വിനാഗിരി കുടിച്ചതിന്റെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെയും ഒരു ഓർമ്മ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പീഡാനുഭവ ആഴ്ചയിൽ ഉടനീളം വിശ്വാസികൾ ചെയ്യുന്നത് മിശിഹായുടെ കഷ്ടതകളോട് താതാത്മ്യപ്പെടാൻ, അതിനെ ലളിതമായിട്ടെങ്കിലും അനുഭവിക്കാനുള്ള ശ്രമമാണ്. അപ്പൊ കയ്പുനീരിന്റെ പിറകിലും അവൻ കുടിച്ച ചവർപ്പുള്ള ആ വീഞ്ഞിന്റെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെയും ഒരു പങ്കുചേരലാണ്. കുരിശിലേക്ക് നോക്കാനും കൂടെ ഉള്ള ഒരു ദിവസമാണ് യഥാർത്ഥത്തിൽ ഈ ദുഃഖവെള്ളി എന്ന് പറയുന്നത്. കാരണം തൂങ്ങപ്പെട്ട രൂപത്തിൽ, ക്രൂശിത രൂപത്തിൽ മനുഷ്യ ദുഃഖത്തിന്റെ എല്ലാ പരിച്ഛേദവും വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഈ ക്രൂശിതനായ മിശിഹായിലേക്ക് നോക്കാനും വിശുദ്ധ കുരിശിനെ ധ്യാനിക്കാനും ഈ കുരിശിന്റെ വഴിയെ സഞ്ചരിക്കാനും ഒക്കെയുള്ള സവിശേഷമായ ഒരു ദിവസമാണ് യഥാർത്ഥ ദുഃഖവെള്ളി. നമ്മൾ നമ്മുടെ തിരക്കുകളും ബഹളങ്ങളും ശബ്ദങ്ങളും കൊണ്ട് ഈ ആത്മീയ കൃപയുടെ ദിവസത്തെ പലപ്പോഴും നഷ്ടപ്പെടുത്തി കളയുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു സങ്കടകരമായ യാഥാർത്ഥ്യം. തീർച്ചയായും നമ്മളിനി ദുഃഖശനി കഴിഞ്ഞ് ഈസ്റ്ററിലേക്ക് എത്തിച്ചേരുന്നു. നമുക്കറിയാം, ഈസ്റ്റർ ഒരു വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിശ്വാസ സത്യ പ്രഘോഷണമാണ് ഈസ്റ്ററിൽ നമ്മൾ നടത്തുന്നത്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ഈ വളർന്നു വരുന്ന തലമുറയുടെ ഇടയിൽ പലർക്കും ഇതൊരു നോമ്പ് വീടാനുള്ളൊരു ദിവസം, കൂടുതൽ സുഭിക്ഷമായി മത്സ്യാദികൾ കഴിക്കാനുള്ളൊരു ദിവസം, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. നമുക്ക് ഈസ്റ്ററിൻ്റെ ഏറ്റവും വലിയൊരു തനിമയാണ് ഈ രാത്രിയിലുള്ള പാതിരയിലുള്ള കുർബാനയൊക്കെ. പക്ഷേ ഇന്ന് പലരും അതിൽ ഒരു വീഴ്ച വരുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി, ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ ആഘോഷിക്കേണ്ടതല്ലേ ഈ ഉത്ഥാന പെരുന്നാൾ? തീർച്ചയായിട്ടും. ഈശോയുടെ ഉത്ഥാനമില്ലെങ്കിൽ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, വിശ്വാസം വ്യർത്ഥമാണ്, അവനെക്കുറിച്ച് നടത്തുന്ന എല്ലാ പ്രസംഗങ്ങളും വ്യർത്ഥമാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം യേശുവിന്റെ ഉത്ഥാനമാണ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ 2006 ഈസ്റ്റർ വിജിൽ ഇങ്ങനെ ഒരു വാചകം പറയും: ഈസ്റ്റർ ഉത്ഥാനം എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം ലീപ്പാണ്, മനുഷ്യരാശിയുടെ ഒരു കുതിച്ചുചാട്ടമാണ്.
എന്ന് പറഞ്ഞാൽ മനുഷ്യാസ്തിത്വത്തിൽ നിന്ന് അതിന്റെ അനശ്വരതയിലേക്കുള്ള ഒരു പരിവർത്തനത്തിനുള്ള ഉറപ്പാണ് മിശിഹായുടെ ഉത്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഇല്ലെങ്കിൽ ഈ ലോകത്തിലെ കഷ്ടതയ്ക്കും ഇവിടെ ഉള്ള പ്രതിസന്ധികൾക്കും അപ്പുറം മനുഷ്യന് പ്രത്യാശിക്കാനൊന്നുമില്ല. അപ്പോൾ പ്രത്യാശിക്കാനുള്ള കാരണം തരികയാണ് ഉത്ഥാന തിരുനാൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളതിനെ കുറെ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്ന ഒരു ആഘോഷമായി, ഇതിനകത്തെ കൗതുകം പലപ്പോഴും ഒരു നോമ്പോ അനുഷ്ഠാനമോ ഒന്നും എടുക്കാതെ ഈസ്റ്റർ ആഘോഷിക്കുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശോയുടെ കൂടെ സഹിക്കാനോ അവന്റെ പീഡകളിൽ പങ്കുചേരാനോ ഒന്നും താല്പര്യമില്ല, മറിച്ച് ഉയർപ്പിന്റെ സന്തോഷത്തിൽ മാത്രം പങ്കുചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈസ്റ്ററിന്റെ ഒരു ആത്മീയ അനുഭവങ്ങൾക്കാണ് നമ്മൾ കൂടുതലായിട്ട് പ്രാധാന്യം നൽകേണ്ടത്. അത് ഒരുക്കത്തോടുകൂടിയ നോമ്പും പീഡാനുഭവ ആഴ്ചയുടെ ആചരണങ്ങൾക്കും ശേഷം ഉത്ഥാന തിരുനാൾ ആചരിക്കുമ്പോഴാണ് യേശു തരുന്ന യഥാർത്ഥ സമാധാനം, അതുപോലെ ഉയർപ്പ് തരുന്ന പ്രത്യാശയും സന്തോഷവും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ ദുഃഖ വെള്ളിയാഴ്ച ഒരുപാട് ചോദ്യങ്ങൾ മനുഷ്യന്റെ മുമ്പിലുണ്ട്. അത് മനുഷ്യന്റെ സഹനങ്ങളെ കുറിച്ച്, കുരിശിനെ കുറിച്ചാണ്. അങ്ങനെ മനുഷ്യൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ദൈവം ഉത്തരം തരുന്ന, കാൽവരി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ ഉയർപ്പ് തിരുനാൾ എന്ന് പറയും. അപ്പോൾ ആ മനുഷ്യവംശത്തിന്റെ എല്ലാ സമസ്യകൾക്കും, ഉത്തരമില്ലാതിരുന്ന ചോദ്യങ്ങൾക്കും ഉയർപ്പ് തിരുനാളിന് ഉത്തരമുണ്ട്. അപ്പോൾ അതിന്റെ ആത്മീയ ബോധ്യത്തോടെ പങ്കുചേരാനും ഉയർപ്പിന്റെ സന്തോഷം യഥാർത്ഥത്തിൽ അനുഭവിക്കാനും, അതുപോലെ തന്നെ ഉയർപ്പ് തിരുനാളിൽ ഏറ്റവും വലിയൊരു നമ്മുടെ ലിറ്റർജിയുടെ പ്രത്യേകതയാണ് സമാധാനം ശുശ്രൂഷ, സമാധാനം കൊടുക്കുക. ഈശോ ഉയർത്തെഴുന്നേറ്റ് വന്ന് ആദ്യം ആശംസിക്കുന്നത് സമാധാനം. അപ്പൊ പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകളിൽ, ലോകത്തിന്റെ തന്നെ സാഹചര്യങ്ങളിൽ ഈ സമാധാനത്തിന് വലിയൊരു പ്രസക്തിയുണ്ട്. സമാധാനത്തിന്റെ ഒരു സന്ദേശവാഹകരാകുക എന്നുള്ള വലിയ ദൗത്യം ഉദ്ധിതൻ ഓരോ ശിഷ്യരെയും ഭരമേൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഉയർപ്പ് തിരുനാൾ ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ളതിനപ്പുറം നമുക്ക് സമാധാനവും പ്രത്യാശയും പങ്കുവയ്ക്കാനുള്ള ഒരു നിയോഗം കൂടെ തരുന്നുകൊണ്ടാണ് ഈ വലിയ ആഴ്ചയുടെ ആചരണം യഥാർത്ഥത്തിൽ പൂർത്തിയാവുന്നത്. അപ്പൊ ഓശാന ഞായറിൽ തുടങ്ങി ഈസ്റ്ററിൽ അവസാനിക്കുന്ന ഈ വലിയ ആഴ്ച ഉത്ഥാനത്തിന്റെ പ്രത്യാശയും, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മനോഹരമായ ഒരു വാചകമുണ്ട്, നമ്മൾ ഉത്ഥാനത്തിന്റെ ജനതയാണ്, നമ്മുടെ ഗീതം എന്ന് പറയുന്നത് ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു ഉയർപ്പിന്റെ ജനത, ഈസ്റ്റർ പീപ്പിൾ എന്നുള്ള ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഓരോ ക്രൈസ്തവനെയും ഈ വിശുദ്ധ വാരാചരണത്തിന്റെ സമാപനത്തിൽ ഉത്ഥാന തിരുനാളിൽ എത്തുമ്പോൾ വഴി നയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടി വെച്ചാൽ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ ഒരു അടുത്ത നാളുകളിൽ നാം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. നമുക്ക് ക്രിസ്മസിൻ്റെ സമയത്ത് സാന്താക്ലോസ് അതിലേക്കൊരു വാണിജ്യവൽക്കരിക്കപ്പെടുന്നു. ഇപ്പോൾ ഈസ്റ്ററിൻ്റെ സമയത്ത് ഈസ്റ്റർ മുട്ട അല്ലെങ്കിൽ ഈ മുയൽ അതിൻ്റെയൊക്കെ പടം വെച്ചിട്ടാണ് പലരും ഈസ്റ്റർ ആശംസകളൊക്കെ നടത്തുന്നത്. അപ്പോൾ അത് ഒരു തരത്തിൽ ഈസ്റ്ററും ഈ വാണിജ്യവൽക്കരിക്കപ്പെടുന്നു, കച്ചവടവൽക്കരിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം തന്നെയല്ലേ, വലിയൊരു അപജയം തന്നെയല്ലേ അത്തരം ഒരു പ്രതീകങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത്? യഥാർത്ഥത്തിൽ ക്രിസ്മസിലാണെങ്കിൽ യേശുവിനെ മാറ്റി നിർത്തി ഉള്ള ക്രിസ്മസ് ആഘോഷങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ഉത്ഥിതനായ യേശുവിനെ കുറിച്ച് ചിന്തിക്കാനോ ആ ഉത്ഥാനത്തിന്റെ പ്രതീകങ്ങളെയോ അടയാളങ്ങളെയോ ഉയർത്തിക്കാട്ടാനോ തയ്യാറാവാതെ വളരെ സെക്കുലറായ മുയലിന്റെയും മുട്ടയുടെയും ചിത്രങ്ങൾ വെക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം യേശു ഇല്ലാത്ത ആഘോഷങ്ങൾ നടത്തുന്നു. അപ്പോൾ അവന്റെ പീഡാസഹനങ്ങളിൽ പങ്കുചേരുക, അതാണ് ഒരു ക്രൈസ്തവരുടെ ഈ ആഘോഷങ്ങൾക്കെല്ലാം ആത്മീയ അർത്ഥം ഉണ്ടാവുന്നത്. പീഡാസഹനങ്ങളിൽ പങ്കുചേരുമ്പോഴാണ് ഉത്ഥാനത്തിന്റെ അനുഭവം യഥാർത്ഥമാകും. അപ്പോൾ ഇന്ന് കമ്പോളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമായിട്ട് ഈസ്റ്ററിനെ മാറ്റാൻ സെക്കുലർ ലോകം പരിശ്രമിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിന് ആത്മീയ വശം നിലനിർത്താൻ ഓരോ വിശ്വാസിയും നിരന്തരമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്ക് കമ്പോളങ്ങൾക്ക് നമ്മുടെ വിശുദ്ധ തിരുനാളുകളെ വിട്ടുകൊടുക്കാതിരിക്കാം, അതിന്റെ ആത്മീയതയെ നമുക്ക് മുറുകെ പിടിക്കാൻ പരിശ്രമിക്കാം. തീർച്ചയായും വളരെ നന്ദി അച്ഛാ. ഈ വെള്ളിയാഴ്ചയെക്കുറിച്ച്, വിശുദ്ധ വാരത്തെക്കുറിച്ച്, ഹോളി വീക്കിനെ കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള ചിന്തകളാണ് അങ്ങ് പങ്കുവച്ചത്. യഥാർത്ഥത്തിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ആത്മീയ ചൈതന്യത്തോടു കൂടി തന്നെ ഈ വിശുദ്ധ വാരം ആചരിക്കുവാൻ, ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള മറുപടികൾ നൽകിയ ഫാദർ ടോം ഒലിക്കരോട്ട് അങ്ങേക്ക് നന്ദി.